ഒരു വട്ടം കൂടി ഓർമ്മകൾ മീയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി ഓർമ്മകൾ മീയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ദൈവമേ ഞാൻ നിൻ സവിധി കൂപ്പു കൈകളുമായിന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയിൽ തൂകണമേ. ദൈവമേ ഞാൻ നിൻ സവിധി കൂപ്പു കൈകളുമായിന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയിൽ തൂകണമേ. സർവജ്ഞാനത്തിൻ ഉറവിടമാം ദേവാ നീ നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ കൃപയാലാകണമേ. എൻ്റെ ജീവിത വീഥിയിൽ ദീപമാകണമേ. ദൈവമേ ഞാൻ നിൻ സവിധി കൂപ്പു കൈകളുമായിന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയിൽ തൂകണമേ. കൃപയിൽ തൂകണമേ. മക്കളെ, എന്തു പറയുന്നു എല്ലാവരും? ഇതൊരു വല്ലാത്ത സന്തോഷത്തിലാണല്ലേ. നമ്മൾ ആ പണ്ടത്തെ യൂണിഫോമൊക്കെ ഇട്ട് വന്ന തെറിച്ച് നടക്കുന്ന കുറുമ്പികളായിട്ട് തോന്നുന്നുണ്ട്. ആ കുറുമ്പന്മാരെ ഞാൻ പറയാൻ തുടങ്ങട്ടെ. ഇപ്പൊ കുറുമ്പികൾക്കാണ് എൻ്റെ ഓർമ്മയിൽ കുറുമ്പികളേ ഉള്ളൂ. ഇവിടെ ഈ ചതുരത്തിൻ്റെ ഉള്ളിൽ ഈ വിദ്യാലയത്തിൻ്റെ താഴെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മധുരിക്കും ഓർമ്മകളെ മലമഞ്ചം കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. മാഞ്ചോട്ടുണ്ടോ? ഇല്ല. അവിടെ ഒരു പാടുണ്ട്. സ്കൂൾ തുറക്കുന്ന ജൂൺ മാസത്തിൽ നമ്മുടെ കേരളത്തിലെ ചുറ്റുവട്ടത്തിലുള്ള സകല മാവിൻ്റെ മാങ്ങയൊക്കെ തീരും. പക്ഷേ ആ മാവിൽ, അത് നീലമാവാണ്, പട്ടുമാവാണ്, ജൂൺ മാസത്തിൽ നമ്മളെ ഒക്കെ കൊതിപ്പിച്ചുകൊണ്ട് കൊല കൊലയായിട്ട് അതിലങ്ങനെ മാങ്ങ മാങ്ങ മിണ്ട് തൂങ്ങി കിടക്കല്ലേ. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നേ ഒരു തിരിഞ്ഞു നോട്ടം. ഒരിക്കൽ കൂടി ആ ദിവസങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കണമെന്നുണ്ട്. എന്തോ ഈ സ്കൂൾ മുറ്റത്ത് കാൽ കുത്തിയപ്പോഴേ ഒരു ഫീല്, സങ്കടമാണോ അതോ സന്തോഷമാണോ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആ പഴയ കൂട്ടുകാരുമായി ഒന്ന് തമാശ പറഞ്ഞ് ഒന്ന് ചിരിക്കണം. പിന്നെ അറിവ് പകർന്നു തന്ന അധ്യാപകരെ കണ്ടൊന്ന് സംസാരിക്കണം. പിന്നെ എന്താ, ആ ക്ലാസ്സിലേക്ക്, പഠിച്ച പണ്ടത്തെ ക്ലാസ്സിലേക്ക് ഒന്നുകൂടി കയറണം.
പ്രൈഡ്. അയ്യോ എനിക്ക് പോയത് ഓർമ്മയുണ്ടോ? തണ്ണിമാങ്ങ ഉപ്പ് കൂട്ടി കഴിച്ച് തിന്നപ്പോ കണ്ണുകെട്ടി കാണിച്ചത് ഓർമ്മയുണ്ടോ? തൊമ്മൻ്റെ കട. ദേ നെല്ലിക്ക കണ്ടോ, ദേ നാരങ്ങ മിഠായി. ഇത് തൊമ്മൻചേട്ടൻ്റെ കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ച് കഴിക്കാറുള്ളത്. അതേ ലൂബിക്ക് ഉപ്പിലിട്ടത്. ദേ പല്ലൊട്ടി. ദൈവമേ തൊമ്മൻചേട്ടൻ എവിടെയാണാവോ? ദൈവമേശ്വര. ദേ നാരങ്ങ മിഠായി, ദേ നെല്ലിക്ക, അല്ല ദേ ലൂബിക്ക കേട്ടോ, സോറി. നെല്ലിക്ക ഉപ്പിലിട്ടത്, ലൂബിക്ക. അയ്യോ ദീ മിഠായി, എനിക്കറിയില്ല ഇതെന്താ മിഠായി എന്ന്. ഈശ്വര കാണിച്ചു കേട്ടാ. ദൈവമേ, ഇത് കടിച്ചാൽ പൊട്ടാത്തൊരു മിഠായിയാ. ഇനി കട്ടീന്ന് കണ്ട പറയാട്ടോ. കണ്ടോ ദൈവം, ഇതിപ്പോഴുണ്ടോ? പഠിക്കുന്ന കാലമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലം. ഫോട്ടോ എടുത്ത് തന്ന സിസ്റ്റർ. അയ്യോ ആരെ സിസ്റ്ററെ, ഇതെനിക്ക് വേണം. അത് എല്ലാവരും തട്ടിപ്പറിച്ചുകൊണ്ടോ? അതാണ് എന്റെ പറഞ്ഞേ. ഇത് തന്നോ, രണ്ടെണ്ണം തന്നോ സിസ്റ്റർ പ്ലീസ്. ഓരോണ്ണി തന്നോ. താങ്ക് യു സോ മച്ച്. വേണ്ട, നമുക്ക് ഫ്രീ ആ. അത് തന്നോളൂ. ഇത് എന്ത് പിടിക്കണമെന്ന് ഒരു പിടിയില്ല. വെള്ളാണ്. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമുണ്ട്. ഒരു നാരങ്ങ മിഠായി. നാരങ്ങ മിഠായി അല്ലേ? പല്ലോട്ടിയാണ് വേണ്ടത്. ഇതിൽ രണ്ട് നാരങ്ങ മിഠായി കൊണ്ട് പൈസ ഒന്നുമില്ല. നാരങ്ങ മിഠായി ഇപ്പൊ തരാം. ഫോട്ടോ എല്ലാരും വേണം, എല്ലാരും വേണം. മറ്റേ ചെണ്ട മിഠായി ടച്ച് ചെയ്തേ, ഇതൊന്ന് ടച്ച് ചെയ്തേ നടുവിൽ. ആ നല്ലോണം. ആ ഓക്കെ. എല്ലാരോയാ മഞ്ഞയും മറ്റേത് കേട്ടോ, എനിക്ക് വീഡിയോ എടുക്കാനാ. ഒരു കൊടുക്ക് വേഗം. അയ്യോ രണ്ടെണ്ണം മഞ്ഞയും ഓറഞ്ചും. ആ താങ്ക് യു സോ മച്ച്. ഇവിടെ തല്ല് പിടിക്കും. അയ്യോ അങ്ങനെ തൊമ്മന്റെ കടയിൽ ഭയങ്കര തല്ലുപിടുത്തം. ഇതെല്ലാം കൂടി തിന്നിട്ട് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണമായിരുന്നു. സിസ്റ്റർ തേനിലാമൂടി വേണ്ടതായിരുന്നു. മറക്കരുത് കേട്ടോ. മതി ഞാൻ കുറേ കഴിച്ചു. എന്നാ ഒരു വഴിക്ക് പോണതല്ലേ, ഞാൻ തൊട്ടെ. തിന്ന് മതിയായില്ല. ഇത് തീരുന്ന വിചാരിച്ചേ പെട്ടെന്ന്. അല്ല, ഇത് കൊടുക്കണും തിന്നലും ഒന്നിച്ചാണോ? ചേട്ടന് വിശക്കുണ്ട് മക്കള്. വിമല ടീച്ചർ എന്തിട്ട് പഠിപ്പിച്ചേ? എന്ത് നമ്മുടെ ഓർമ്മയൊക്കെ പോവും. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? ഒരു കുടുംബത്തിൽ കയറിയാ പിന്നെ അത് തന്നെ. ഞാനത് സമ്മതിക്കുന്ന മോളെ, ഒരു രക്ഷ ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും 86 പറയാൻ. അല്ല നമ്മളെ പിടിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, 86 ഓർമ്മയുണ്ടല്ലോ, അവളുടെ പേര് ഓർമ്മയില്ലല്ലോ. എനിക്ക് ഓർമ്മയില്ല. കുറെ തല്ലും കൊള്ളണം, വഴക്കും കേൾക്കണം, അങ്ങനെ പഠിക്കണം, അങ്ങനെ നന്നായി വന്നാറില്ലേ. ടീച്ചിങ് അല്ലേ?
ടീച്ചിങ് തുടങ്ങിയതാണ് ഇവിടെ 75-ല്. ഞാൻ ഇവിടെ വേറൊരു സ്ഥലത്ത് ഒരു 8 കൊല്ലം കൂടി പഠിപ്പിച്ചു. ആണല്ലേ? പിള്ളേരൊക്കെ എന്തോരായി? പിള്ളേര് 2 പിള്ളേര്. ഒന്നിനൊന്നോട് ചേർന്നാൽ അത് വൃത്തത്തിൽ 1-ാം ഭാഗത്തിൽ ആദ്യമായി 2 അക്ഷരം കുറഞ്ഞീടിൽ അത് മഞ്ചരിയായിരുന്നു. ചെവി കണ്ണീരിനു കൈപ്പിള്ളിന്നറിയുന്നതുപോലെ കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയോ ഞാലാടുന്നീടനാഴീര മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം ഇനിയിതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവേലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയെ മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവേലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയെ കാണുന്നതിലെല്ലാം മഴവില്ലുള്ളത് പോലെ ചേരുള്ളവയെല്ലാം വരവാകുന്നത് പോലെ പുലരുടയുടെ കസവണിയണ മലരുകളുടെ രസനടനം കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. പിന്നെ കുറച്ച് പേരെ മാത്രമേ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. പണ്ട് കൂടെ നടന്നവർ ഇന്ന് എവിടെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ സ്കൂളിൽ പഠിച്ച കുറച്ച് പേര് നമ്മളെ വിട്ടു പോയിട്ടുണ്ട്. അവരെയൊക്കെ ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ അവരെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കണമെന്നുണ്ട് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാം, അവരെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പോൾ ആലോചിക്കുക, പോയ സ്കൂൾ കാലം കിട്ടിയിരുന്നെങ്കിലെന്ന്. തല്ലിയും തലോടിയും പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാർക്ക് ഞാൻ 100 നന്ദി പറയുന്നു. എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രയും നന്ദിയുണ്ട്.